മക്കളെ, മുത്തുമണികളെ, പ്രവാസികളെ, ഒരു പ്രവാസി എന്നോട് വന്നിട്ട് പറയാണ് മൂപ്പര് ഒരു വീഡിയോ ഇടാൻ. മൂപ്പരും വരെ അഭിമുഖത്തിൽ നമുക്ക് രണ്ടാം കൂടി ഒരു വീഡിയോ ഇടാൻ. വീഡിയോകളൊന്നും ഫുള്ള് കാണി. ഒരു പ്രവാസിയുടെ രോദനാണ്. ഞാൻ കരഞ്ഞു പോയി മൂപ്പരെ കഥ കേട്ടിട്ട്. വീഡിയോ ഒന്ന് കാണി. ഒരു പ്രവാസികൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. നിങ്ങൾക്ക് 2000 രൂപയാണ് ശമ്പളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ കയ്യിൽ വെക്കുക, പകുതി നാട്ടിലേക്ക് അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ടം മണി കിട്ടുന്നു. മൂപ്പര് കരഞ്ഞ് സങ്കടപ്പെട്ട് പറയും മൂപ്പർക്ക് ഇപ്പം എന്തോ വയറ്റിൽ പിന്നെ ഈ കുടലിറക്കം പോലുള്ള എന്തോ ഒരു അസുഖം ഉണ്ടാക്കിയാണ്. അതുകൊണ്ട് ഇപ്പം ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഫുഡൊക്കെ ഭയങ്കര കൺട്രോളാണ്. വീട്ടിലൊന്നും ഒരു വിലയില്ല. 35 വർഷം മൂപ്പര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെല്ലാം വെറുതെ ആയി. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സൈഡിൽ വെക്കണം എന്നാണ് ആ പ്രവാസി എന്നോട് പറഞ്ഞിട്ടുള്ളത്. 35 വർഷം ഗൾഫിൽ നിന്നിട്ട് മൂപ്പര് അടിപൊളി വീടുണ്ടാക്കി, 2 കാറ് വാങ്ങി, 2 ആൺമക്കളാണുള്ളത്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു വിഷമുള്ളൊരു വീഡിയോ ഉണ്ട് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരാൾ, നമ്മളൊരു ഫോളോവറാണ്, മൂപ്പര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. നിങ്ങൾ ഈ ഭക്ഷണങ്ങളൊക്കെ എൻ്റെ പ്രവാസത്തിലുള്ള നമ്മളെ സൗദിയിലത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ പ്രവാസത്തിലുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്ന കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പൂതിയാവുന്നുണ്ട്. എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. നല്ല കാലത്ത് ഞാൻ അവിടെ ഭക്ഷണമൊന്നും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള കഷ്ടപ്പാടും മക്കളെ പഠിപ്പും വീട് വെക്കലും വണ്ടി വാങ്ങലും എല്ലാം കൂടി ആയിട്ട് പിന്നുള്ള പൈസ മുഴുവൻ വീട്ടിലേക്ക് അയച്ചു കൊടുത്തവരും നല്ലൊരു ഫുഡ് മൂപ്പർക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. 35 വർഷത്തിന് ശേഷം മൂപ്പര് ഗൾഫിൽ നിന്ന് വന്ന് മാറാരോഗിയായി. 35 വർഷം ഗൾഫിൽ നിന്നിട്ട് മൂപ്പര് അടിപൊളി വീടുണ്ടാക്കി, 2 കാറ് വാങ്ങി, 2 ആൺമക്കളാണുള്ളത്. എല്ലാം സെറ്റായി. ഓക്കെ, നല്ല സെറ്റായി. നാട്ടിൽ വന്നപ്പോൾ മക്കൾ 2 ആളും 2 കാറും കൊണ്ട് മക്കൾ പോകും. പിന്നെ വീട്ടിൽ പെണ്ണുങ്ങളാണുള്ളത്. മൂപ്പർക്ക് വണ്ടി ഓടിക്കാനും കിട്ടിയിട്ടില്ല. മൂപ്പര് ബസ്സിൽ കയറിയാണ്. മൂപ്പരിനോട് കഥ പറയാണ്. വീട്ടിൽ ഒരു വിലയില്ല, ഒന്നുമില്ല. മൂപ്പരിനോട് പറയാണ് ഇനിയൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് വീഡിയോ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പറയാണ്, ഒരു മിനിറ്റ് കട്ടിറക്കട്ടെ. അപ്പോൾ മൂപ്പരിനോട് പറയാണ് എന്ത് വീഡിയോ അറിയാൻ ചെയ്യേണ്ടത്. പ്രവാസികളോട് പറയാൻ ഒരു പ്രവാസി, ഇപ്പം മൂപ്പര് രോഗിയാണ്, ഒരു പ്രവാസിനോട് പറഞ്ഞുതരാണ്. പ്രവാസികളെ, ഇത് ഞാൻ പറയുന്നല്ല, ആ കഷ്ടപ്പെട്ട പ്രവാസി പറയാണ്, നിങ്ങൾക്ക് 3000 റിയാലാണ് ശമ്പളമെങ്കിൽ പകുതി പൈസ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുക, പകുതി പൈസ നിങ്ങളെ കയ്യിൽ വെക്കുക. അതുകൊണ്ട് മുത്തുമണി പ്രവാസികളെ, എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, നിങ്ങൾക്ക് എത്ര രൂപയാണോ ശമ്പളം, ആ ശമ്പളത്തിൻ്റെ പകുതി പൈസ നിങ്ങൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുക, പകുതി പൈസ നിങ്ങളെ പേരിൽ സേവിങ്സ് ആക്കുക. നാട്ടിൽ വരുമ്പോൾ നിങ്ങളെ പെണ്ണുങ്ങളെ, നിങ്ങളെ അമ്മൻ്റെ, നിങ്ങളെ വാപ്പൻ്റെ, നിങ്ങളെ മക്കളെയും സ്വഭാവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയൂല. ഓക്കെ, നോക്കി കണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ പണി പാളും. വയസ്സാങ്കാലത്ത് നിങ്ങളടുത്ത് ഒരാളും നോക്കാണ്ടാവില്ല. നിങ്ങളെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ വയസ്സാങ്കാലത്ത് പ്രവാസികളെ നിങ്ങളാരും നോക്കാനുണ്ടാവും, അല്ലെ ഒരാളും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഒക്കെ നോക്കിയും കണ്ടും ചെയ്യാം. എന്തെങ്കിലും പണിക്കൊക്കെ പോകാൻ ഇഷ്ടമുള്ള ഭക്ഷണം